മുംബൈയിൽ സ്തനാർബുദ ബോധവൽക്കരണത്തിന്റെ ശക്തമായ സന്ദേശവുമായി പ്രശസ്ത പോപ്പ് ഗായികയുടെ ലൈവ് പ്രകടനം. 2 തവണ ക്യാൻസറിനെ അതിജീവിച്ച ഗായികയുടെ സാന്നിധ്യം ഈ സംഗീത സന്ധ്യയെ സാംസ്കാരിക സംവേദനവും സാമൂഹിക ഉത്തരവാദിത്വവും ഒരുമിക്കുന്ന വേറിട്ട അനുഭവമാക്കിയെന്ന് സംഘാടകരായ മലയാളി യുവാക്കൾ. മുംബൈ മലയാളിയായ നിഖിൽ നായർ നയിക്കുന്ന ലെജൻഡ്സ് ലൈവ് എന്ന സംഗീത പരമ്പരയുടെ 2ാം പതിപ്പിലാണ് പ്രശസ്ത പോപ്പ് ഗായിക പ്രീതി മൊഹപത്ര വേദിയിലെത്തുന്നത്. ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ഇറക്കാൻ പോകുന്ന 2nd എഡിഷനിൽ ഇറ്റ്സ് മോർ അബൌട്ട് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആണ്. നമുക്ക് ഫോർ ദ വിമൻ ബൈ ദ വിമൻ എന്ന് തന്നെ പറയാം, ബിക്കോസ് എല്ലാവരും മേജർ വിമൻ ആണ് ഇതിൻ്റെ പുറകിൽ. സിംഗറായിട്ട് വരുന്നതും ഒരു 3 ടൈംസ് ബ്രസ്റ്റ് ക്യാൻസർ സർവൈവർ ആണ്. സോ നമ്മളുടെ ഒരു മോഡ് തന്നെ സർവൈവൽ എന്നാണ്. ആ സിംഗർ നമ്മളുടെ വൺ ഓഫ് ദ വിവ പോപ്പ് സിംഗേഴ്സ് ആണ് ഓഫ് ഇന്ത്യ. സംഗീതത്തിനോടൊപ്പം സാമൂഹ്യ പ്രസക്തിയും സാംസ്കാരിക സംവേദനവും ചേർത്ത് പിടിക്കുന്ന വേറിട്ടൊരു അനുഭവമാകും ലെജൻഡ്സ് ലൈവ് എന്നാണ് സംഘാടകരായ നീരജിയും നിഖിലും പറയുന്നത്. So, sir, whenever we plan something that should be for the betterment of society. So, when we started with Legends Live, or event company start Arcapam, we thought not only entertainment should be entertainment, art and healthcare. മുംബൈയിലെ കലാ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമാണ് രണ്ടുപേരും. ആശുപത്രികളുമായി സഹകരിച്ച കുറഞ്ഞ നിരക്കിൽ മാമോഗ്രാഫി പരിശോധനകൾ ഉൾപ്പെടുന്ന ആരോഗ്യ ഔട്ട്റീച്ച് പദ്ധതികളും ഈ സംഗീത സന്ധ്യയുടെ ഭാഗമാകും. സോ നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ആൻഡ് അതുകൂടാതെ തന്നെ മെഡിക്കവർ ഹോസ്പിറ്റൽ, ഭാരതി വിദ്യാപീഠ് മെഡിക്കവർ ഹോസ്പിറ്റലായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പിൽ അവർ നമുക്ക് 1000 ഫ്രീ കൺസൾട്ടേഷൻസ് തരുന്നുണ്ട് ഗൈനാക്. ആൻഡ് അതുകൂടാതെ അവരുടെ സോണോ മാമോഗ്രാഫി ആൻഡ് അതിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. സോ വി വിൽ ബി വെരി ഗ്ലാഡ് ടു ഓഫർ ദോസ് കൂപ്പൺസ്. നമ്മൾ എല്ലാ കാറ്റഗറി ഓഫ് വിമനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നോട്ട് ജസ്റ്റ് from underprivileged but even the privileged category. 2 തവണ ക്യാൻസറിനെ അതിജീവിച്ച പ്രീതി മൊഹപത്രയുടെ സാന്നിധ്യം ഈ വേദിയെ ഒരു സംഗീത പരിപാടിക്കപ്പുറം ആത്മവിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ശക്തമായ സന്ദേശമായി മാറ്റുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.